തിരുവനന്തപുരം നന്ദിയോട് പട്ടയം കിട്ടാതെ 100ഓളം കുടുംബങ്ങൾ പ്രതിസന്ധിയിലാണ്. കൈവശരേഖ മാത്രമേ കയ്യിലുള്ളൂ. വനഭൂമി ആയതിനാൽ കേന്ദ്രത്തിന്റെ അനുമതി വേണമെന്നാണ് സർക്കാർ നിലപാട്. പട്ടയമില്ലാത്തതിനാൽ വീട് വയ്ക്കാൻ പെർമിറ്റ് കിട്ടാത്തതും ലോൺ എടുക്കാൻ കഴിയാത്തതും പ്രതിസന്ധിയാണ്. പ്രശ്നപരിഹാരം തേടി പ്രധാനമന്ത്രിക്കടക്കം നാട്ടുകാർ കത്തയച്ചിട്ടുണ്ട്. ഞങ്ങൾ 1977 മുമ്പേ ഞങ്ങൾക്ക് ഇവിടെ കൈവശരേഖ കൈവരുന്ന് കിട്ടിയതാണ്. പക്ഷേ നമുക്ക് ഇന്ന് വരെ പട്ടയം തരാൻ വേണ്ടി ഒരു സർക്കാരും ആയിട്ടില്ല. അതായത് ഒരു മുൻകൈ എടുത്തിട്ടില്ല. ഒരു വീട് വയ്ക്കുന്നെങ്കിൽ പോലും നമുക്ക് പെർമിറ്റ് കിട്ടത്തില്ല. എന്തിനായിട്ടാലും പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ NOC കിട്ടിയെങ്കിൽ മാത്രമേ ഈ 113 വനഭൂമി പതിഞ്ഞു കിട്ടുള്ളൂ. ഈ പട്ടയം കിട്ടിയെങ്കിൽ മാത്രമേ ഒരു കുട്ടിയെ ഒരു പെൺകുട്ടിയെ കല്യാണം വിവാഹം കഴിച്ച് അയച്ചില്ലെങ്കിൽ അതുങ്ങൾക്ക് ഇതിൻ്റെ പങ്ക് കൊടുക്കണമെങ്കിലോ മറ്റുള്ള ലോണുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലോ കുട്ടികളെ വിദ്യാഭ്യാസ ലോൺ എടുക്കാനും ഈ വനഭൂമി കൊണ്ട് യാതൊരു ഉപയോഗമില്ല. സുനിഷായല്ലോ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിങ് സുനിഷായല്ലോ. 100ഓളം കുടുംബങ്ങളാണ്, ഒന്നോ രണ്ടോ അല്ല. കയ്യിലുള്ളത് കൈവശരേഖ മാത്രമാണ്. എന്താണ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായ ഈ പ്രതിസന്ധിയിൽ ഇടപെടൽ ഉണ്ടാകാതെ പോകുന്നത്? ഇത് തന്നെയാണ് ഇവരും ആവർത്തിച്ച് ചോദിക്കുന്ന കാര്യം. സർക്കാരൊക്കെ മാറി മാറി വന്നു. പലപ്പോഴും ഇലക്ഷൻ സമയം വരുമ്പോൾ സ്ഥാനാർത്ഥികളെല്ലാം ഈ ഭാഗത്തെത്തും. പട്ടയം വാങ്ങിച്ചു നൽകുന്നതിൽ ഇടപെടൽ നടത്തുമെന്നുള്ളത് പറയുകയും ചെയ്യും. പക്ഷേ വാഗ്ദാനങ്ങൾ മാത്രമല്ലാതെ ഇതൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവർക്ക് അറിയേണ്ടത് ഇതിൽ പട്ടയം ലഭിക്കുമോ അല്ല എങ്കിൽ എന്താണ് ഇതിന്റെ കാരണങ്ങൾ, അങ്ങനെ ഒരു വിശദമായൊരു മറുപടിയെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ളതാണ് നിലവിലെ കാര്യം. ഇവർ പറയുന്നത് പോലെ 1977 കാലഘട്ടം മുതൽ താമസിക്കുന്ന ആളുകളാണ് അവിടെ ഉള്ളത്. ഈ കൈവശരേഖയുണ്ട്, പക്ഷേ പട്ടയം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഈ പച്ചമല ഫോറസ്റ്റ് റേഞ്ചിൽപ്പെട്ട സ്ഥലമാണ് എന്നുള്ളതാണ്. ഇതിന്റെ ഈ വന നിയമം ഉള്ളതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരാണ് ഇതിൽ തീരുമാനം എടുക്കേണ്ടത് എന്നതുകൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ സംസ്ഥാന സർക്കാരിനോട് ഈ വിഷയം പറയുമ്പോഴും കേന്ദ്ര സർക്കാരാണ് ഇതിൽ തീരുമാനം എടുക്കേണ്ടതെന്ന് പറയുന്നു. പക്ഷേ കേന്ദ്രത്തിനെ അറിയിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. MP-മാരോടക്കം ഈ വിഷയങ്ങൾ പറഞ്ഞിരുന്നു. ഇത് കേന്ദ്രത്തിൽ അറിയിക്കാം എന്ന് വാക്കും നൽകിയിരുന്നു. പക്ഷേ അതൊന്നും നടപ്പിലാകുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം. ഇപ്പോൾ സ്ഥലമുണ്ട് എന്നതും ഒഴിച്ചാൽ ഈ കുട്ടികളുടെ ആവശ്യത്തിന് ഒരു വിദ്യാഭ്യാസ ലോൺ എടുക്കാനോ അല്ലെങ്കിൽ ഇവിടെ ഒരു വീട് വെക്കാനോ പോലും ഒരു രീതിയിലും ഇടപെടൽ നടത്താൻ കഴിയുന്നില്ല. ഒരുപക്ഷെ വില്ലേജ് ഓഫീസിൽ പോയാൽ പട്ടയമില്ലാത്തത് കൊണ്ട് തിരിച്ചയക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. ഒന്നോ രണ്ടോ കുടുംബമല്ല സുജിയ, 100-ലധികം കുടുംബങ്ങളാണ് ഈ ഭാഗത്തുള്ളത് എന്നതാണ്. ഇവർക്കൊരു മറുപടി കിട്ടേണ്ടതുണ്ട്. അതായത് വനഭൂമി ആയതുകൊണ്ട് തന്നെ അവിടെ ഇനി നിൽക്കാൻ കഴിയില്ല, മാറി താമസിക്കേണ്ടതുണ്ട്. അത്തരത്തിലൊരു മറുപടിയാണോ, എന്താണ് ഇതിലൊരു കൃത്യമായ മറുപടി ഇവർക്ക് ലഭിക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ വിഷയം ഒന്ന് കേന്ദ്ര സർക്കാരിലേക്ക് എത്തിക്കണം. പട്ടയം ലഭ്യമാക്കാൻ ഒരു ഇടപെടൽ നടത്തേണ്ടതുണ്ട്. ഇത് മാത്രമാണ് ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത്. നിരവധി പേരാണ് ഈ വിഷയത്തിൽ ഇതൊരു ആഗ്രഹമായി പട്ടയം ലഭിക്കുക എന്നൊരു സ്വപ്നം കണ്ടുകൊണ്ട് താമസിക്കുന്ന അനവധി ആളുകളാണ് ഈ ഭാഗങ്ങളിൽ ഉള്ളത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നിലവിൽ ഏതായാലും സുരേഷ് ഗോപിക്കും ഒപ്പം തന്നെ പ്രധാനമന്ത്രിക്കും ഒക്കെ മെയിൽ അയച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ ഒരു സർവേ നമ്പറിൽ കിടക്കുന്നത് വനഭൂമിയാണ്. കേന്ദ്രാനുമതി വേണമെന്ന് സർക്കാർ പറയുന്നു. ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകുമോ? കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ ഈ പാവങ്ങളെ സഹായിക്കുമോ? അതാണ് നമുക്ക് അറിയേണ്ടത്. അവരുടെ ദുരിതമൊന്ന് തീരണ്ടേ. കയ്യിൽ കൈവശരേഖ മാത്രമായി ലോൺ എടുക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും ചെയ്യാൻ കഴിയാതെ എങ്ങനെയാണ് അവർ മുന്നോട്ട് പോവുക? അതൊരു പ്രശ്നമല്ലേ? ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നോക്കാം ഇന്ന് ഇതുവരെ വന്ന പ്രധാനപ്പെട്ട വാർത്തകൾ ഏതൊക്കെയെന്ന്.